അതായത് കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളെല്ലാം ഉയർന്നു. CPM-കാർ സോഷ്യൽ മീഡിയയിലടക്കം രാഹുലിനെ കുത്തിവലിക്കും നമ്മൾ കണ്ടു. എന്നാൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തി. കഴിഞ്ഞ ദിവസം അദ്ദേഹം ശബരിമല ധർമ്മശാസ്താവിനെ കണ്ടു വണങ്ങി, മാളികപ്പുറത്തമ്മയെ കണ്ട് തിരികെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ശനിയാഴ്ച അദ്ദേഹം പാലക്കാട്ടേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പാലക്കാട്ടേക്കുള്ള ആ എൻട്രി നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മണ്ഡലമായ പാലക്കാട്, അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ജനങ്ങളാണല്ലോ, ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം കാണിക്കാൻ വേണ്ടി അദ്ദേഹം പാലക്കാട് എത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ഭാഗം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതിനു മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ആരും കാണാത്ത രീതിയിൽ ഒരു കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ചരിത്രമുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസാണ്. കാരണം പരാതിക്കാരില്ല. അതായത് നമ്മളിപ്പോ ഒരു കൊലപാതകം എവിടെയെങ്കിലും നടന്നാൽ ആ ഒരു മൃതശരീരം കണ്ടെത്തി കഴിഞ്ഞാൽ പോലീസിന് അവരുടെ ബന്ധുക്കളെ കണ്ടെത്തി കേസെടുത്ത് അവരെ കൊണ്ട് പരാതിയൊക്കെ വാങ്ങുന്ന ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്രൂട്ടലായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ, ഇവിടെ ആരും പരാതിക്കാരില്ലാതെ ഒരു കേസെടുക്കുന്നു. ആ പരാതിക്കാരെ തേടി പോലീസ് അങ്ങോട്ട് പോകുന്നു, ക്രൈംബ്രാഞ്ച് അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് അവർക്ക് യാതൊരു തരത്തിലും പരാതിയില്ല എന്ന് പറയുന്നു. അതിനുശേഷം ആരോപണം ഉന്നയിച്ചൊരു നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു, അവർക്കും പരാതിയില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഈ ത്രിശങ്കു സ്വർഗത്തിൽ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് നാണം കെട്ടുന്ന മാത്രം ഇവരിങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാനുള്ള വളരെ കൃത്യമാണ് ഒരു കാര്യം. അതായത് കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു MLA, വളരെ കൃത്യമായി നിലപാട് പറയുന്ന MLA, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിക്കാൻ ധൈര്യം കാണിച്ച ഒരു MLA, അത്തരത്തിലുള്ള ഒരാളെ ചാനൽ ചർച്ചയിലിരുന്ന് CPM-ന്റെ നേതാക്കന്മാർ അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വേർക്കുന്നത് നിതിരി കണ്ടിട്ടില്ലേ? ഒരു സംശയമില്ലല്ലോ അക്കാര്യത്തിൽ. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത് ഇവർ കാത്തിരിക്കുക എന്നുള്ള കാര്യത്തിൽ സന്ദേശ സിനിമയിലെ കുമാരപിള്ള സാറ് പറഞ്ഞ പോലെ തന്നെയല്ലേ ഇപ്പൊ ചെയ്യുന്നത്. അതായത് വളർന്നു വരുന്ന ചെറുപ്പക്കാരെ വല്ല ഗർഭക്കേസിൽ കുടുക്കി അവരെയൊക്കെ ഭാവിയില്ലാതെ അതൊക്കെന്നല്ലേ CPM ചെയ്തത്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊത്തിവലിക്കുന്ന ആളുകൾക്ക് ഇത് പറയാനുള്ള ധാർമ്മികമായ എന്ത് അവകാശമുള്ള? മറുഭാഗത്ത് അതേ നിയമസഭയിൽ മുകേഷ് ഇരിക്കുക. അതെ, തീർച്ചയായിട്ടും. പുറത്ത് പാർട്ടി ഓഫീസിനകത്ത് PK ശശി ഇരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ P ശശി ഇരിക്കുന്നുണ്ട്. പിന്നെ CPM-ന് എന്ത് ധാർമ്മിക അവകാശമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇത്തരത്തിൽ കുത്തിവലിക്കാനും? അദ്ദേഹം മണ്ഡലത്തിലെത്തിയാൽ തടയുമെന്നാണ് CPM-ഉം യുവമോർച്ചയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കും മണ്ഡലത്തിലെത്തിയാൽ അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള ഒരു സമീപനം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സമീപം എങ്ങനെയായിരിക്കും? അല്ല, അതില് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തടയാൻ കഴിയുക? ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു MLA പാലക്കാട് മണ്ഡലത്തിൽ കാലുകുത്തുമ്പോൾ തടയും എന്ന് പറയാൻ എന്ത് അവകാശമാണ് ഇവിടെയുള്ള ഈ പറയുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകൾക്കുള്ളത് എന്നും കൂടി നമ്മൾ ആലോചിക്കണമല്ലോ. ഇവിടെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അവരുടെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് MLA തടയാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ അനുസൃതമായിട്ടുള്ള നിയമം അനുവർത്തിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. നിയമപ്രകാരം നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ പറയുന്നത് പോലെ നമുക്ക് നടപടിയെടുക്കാം, നമുക്കതിരെ അത്തരത്തിലുള്ള അലിഗേഷൻസ് കൊണ്ടുവരാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിനെതിരായി കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസ് നിലവിലുണ്ടോ? ഇല്ല. ഇനി അബോർഷൻ നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വാർത്തകൾ കൊടുത്തല്ലോ. ഇപ്പൊ ഏതൊക്കെയോ ആശുപത്രിയിൽ പോയി അബോർഷൻ നടത്തിയെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പൊ അതൊക്കെ ക്രൈംബ്രാഞ്ച് തള്ളി. അവസാനം മരുന്നെത്തിച്ചു എന്ന് പറഞ്ഞു, ഏതോ ഒരു യുവ വ്യവസായി മരുന്നെത്തിച്ചു എന്ന് പറഞ്ഞ് ഇവിടുത്തെ 2 പ്രമുഖ ചാനലുകൾ അത് വെച്ചിങ്ങനെ അലക്കി. ഞാൻ പറയട്ടെ, ചാനലിൽ വന്ന പീഡനവുമായി ബന്ധപ്പെട്ട മിണ്ടിയിട്ടില്ല, ഇന്നേ വരെ മിണ്ടിയിട്ടില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതായത് ഈ പറയുന്ന മെഡിസിൻ നമ്മൾ ഒരു ഡോക്ടറുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് വാങ്ങാനും കിട്ടുന്ന മെഡിസിൻ, അതിനെന്തിനാണ് യുവ വ്യവസായി? ഈ യുവ വ്യവസായി ഡോക്ടറാണോ? ഇതെന്തോ ആളുകൾ കേൾക്കുമ്പോൾ വിചാരിക്കുന്നറിയോ, ഇതെന്തോ ഭീകരമായ എന്തോ സംഭവമാണ്, ഇത് പുറത്തുനിന്ന് വസ്തുക്കളൊന്നല്ലോ. അതെ, ഇത്തരം ഉളുപ്പില്ലായ്മ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ ഇവിടുത്തെ പ്രമുഖ ചാനലുകൾ എന്ന പ്രധാനപ്പെട്ട 2 ചാനലുകൾ അവര് ഇത് വെച്ച് തന്നെ കളിച്ചു. CPM-ന്റെ പൈസ വാങ്ങിക്കൊണ്ട് കളിച്ചതായിരിക്കാനാണ് സാധ്യത. അതായത് ഒരു പ്രമുഖ ചാനലിനെതിരെ, പേരെടുത്ത് തന്നെ പറയാം, റിപ്പോർട്ടർ ചാനലിനെതിരെ വരുന്ന ഒരു ആരോപണം CPM-ന്റെ PR ടീമായി അവർ മാറിയിരിക്കുന്നു, കൈരളിയെ പോലും കടത്തിവെട്ടുന്ന രൂപത്തിൽ. ആ ഒരു CPM-ന്റെ PR വർക്കിന്റെ ഭാഗമായിട്ടായിരിക്കില്ലേ ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാരനെ പരാതിയില്ല അല്ലെങ്കിൽ പരാതിക്കാരില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ഈ വ്യാപകമായി ആക്രമിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അത് തന്നെ ആയിരിക്കില്ലേ? എന്ത് സംശയം? റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് അതിൽ നിരവധിയായ മാധ്യമപ്രവർത്തകരെ നമുക്ക് പരിചയമുണ്ട്, അവരെല്ലാം സുഹൃത്തുക്കളായിട്ടുണ്ട്. എങ്കിലും അവരൊക്കെ മാറ്റി നിർത്താം, അവരൊക്കെ ജോലി ചെയ്യണം, നാളെ വേറൊരു സ്ഥാനത്തിലേക്ക് പോയാൽ അവർ കഴിഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത്, ഇത് എന്തൊരു ദ്രോഹമാണ് റിപ്പോർട്ടർ ചാനൽ ഈ നമ്മുടെ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വൃത്തികെട്ട വാർത്തകൾ, ഇത്തരത്തിൽ വളച്ചൊടിക്കപ്പെട്ട വാർത്തകൾ, ഒരു കാര്യവുമില്ലാത്ത വാർത്തകൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. ഈ യുവ വ്യവസായിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത് ജനങ്ങളെ
ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും കൃത്യമായി അത് കാണുന്ന ആളുകൾ എന്തോ സംഭവമാണ് എന്ന് വിചാരിക്കും. ഇവർ പറയുന്ന മാധ്യമധർമ്മം എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കൽ പോലും അവരുടെ എന്താണ് അജണ്ടയിൽ കൊണ്ടുവരാതെ പണം മാത്രം ലക്ഷ്യം. ഞാൻ പറഞ്ഞുതരാം. അതായത് വയനാട്ടിലെ ഈ മുട്ടിൽ മരമുറി ഈ മുട്ടിൽ മരമുറി ഒഴിവാക്കി കിട്ടാൻ വേണ്ടി പിണറായിയുടെ കാല് പിടിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കാര്യത്തിൽ എന്റെ നിതിനെ ആ ചാനലിൽ നടന്ന പീഡനം, ആ ചാനലിലെ പ്രമുഖനായിട്ടുള്ള വ്യക്തി ലൈംഗികപരമായിട്ട് ഒരു പെൺകുട്ടിയോട് പെരുമാറിയതിന്റെ പുറത്ത് ആ പെൺകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. പിന്നീട് ആ പെൺകുട്ടി ആ മാധ്യമ പ്രവർത്തകന്റെ പേര് പുറത്തു പറയുന്നു. എന്നിട്ട് ഈ പറയുന്ന അരുൺകുമാറോ ഈ പറയുന്ന സ്മൃതി പരുത്തിക്കാടോ ആന്റോ അഗസ്റ്റിനോ ചർച്ച ചെയ്തോ ഞങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്തോ? ഇല്ലല്ലോ. ഇവർക്കെതിരെ പോക്സോ കേസ് വന്നില്ലേ? ആ പോക്സോ കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഓക്കെ, പക്ഷെ എങ്കിൽ പോലും അത് ചർച്ച ചെയ്തോ ഇവര്? ഇല്ലല്ലോ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിനെതിരായിക്കൊണ്ട് നമുക്ക് പറയാം, നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത് എന്താണ് വായുവിലുള്ള കഥകളായിട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുമായിട്ട് ബന്ധമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുമായിട്ട് ബന്ധമുണ്ട്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിന് ആരുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്തിനു നോക്കണം? ഇതാണല്ലോ ചോദ്യം. അത് അയാളുടെ പ്രൈവസി. പരസ്യമായിട്ട് ആരും കയറി പിടിച്ചിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല. നിയമവിരുദ്ധമായി അയാൾ എന്തെങ്കിലും ചെയ്തോ? അയാൾ റോഡിൽ കൂടി പോകുന്ന ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ? ഇനി ഏതെങ്കിലും സ്ത്രീ എവിടെ വെച്ചെങ്കിലും റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ? ഇല്ല. ഇനി അയാൾ നിയമവിരുദ്ധമായി ഒരു സ്ത്രീയോട് മോശകരമായി എന്തെങ്കിലും തരത്തിൽ പെരുമാറിയോ? ഇല്ല. ഇനി ഈ പറയുന്നത് പോലെ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് അയാൾക്ക് സൗഹൃദം ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രണയം ഉണ്ടാവാം, റിലേഷൻഷിപ്പ് ഉണ്ടാവാം. ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അവർ തമ്മിലുള്ള ചർച്ച നടത്തുമ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ട് വേറൊരു കൂട്ടുകാരി അല്ലെങ്കിൽ വേറൊരു യുവതി എടുത്തും ചാനലുകൾക്ക് കൊടുത്ത് അത് ചർച്ച ചെയ്ത് നാണമില്ലാതെ MLA തടയാൻ പോകുന്ന ഇവിടുത്തെ സദാചാരവാദ കമ്മിറ്റിക്കാരോട് എന്താ പറയാനുള്ളത്? ഇനി വേറെ കാര്യം, ഇത് നടന്ന സംഭവം. ഇനി അങ്ങോട്ട് കൃത്യമായി പറയാം, കേരളത്തിന്റെ ജനത, അതായത് കേരളത്തിലെ സമൂഹം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ രാഹുലിനൊപ്പമാണ്. നാളെ തങ്ങൾക്കും ഇത് വരാം. നാളെ ഏതൊരാൾക്ക്, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യം കറക്റ്റ് അല്ലേ? നാളെ ഇതിനെതിരെ ഈ വിഷയം വന്നൂടെ? ഈ പറയുന്ന CPM-കാരായിട്ട് ആൾക്കാർക്കെതിരെ എല്ലാം വരാമല്ലോ. എന്തിന്? ഇന്ന് CPM-ന്റെ പ്രമുഖ നേതാവിനെതിരെ അലിഗേഷൻ വന്നല്ലോ. അത് ക്രിമിനൽ കുറ്റം കൂടിയാണെന്ന് ആലോചിക്കണം. ഇപ്പോഴത്തെ BNS പ്രകാരം ഈ വീട്ടിൽ നിന്ന് പിടികൂടി നമ്മൾ ആ സദാചാര അത് അത്തരം വിചാരണയിലേക്ക് നമ്മൾ പോകുന്നില്ല. ആ മര്യാദ കാണിക്കണമല്ലോ. പക്ഷേ ഇതൊക്കെ ആർക്കെതിരെയും കൊണ്ടുപോകാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കുന്നു CPM എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പണ്ട് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ എന്ത് നെറികെട്ട കളി കളിച്ചോ, അവസാനം അവർ അധികാരത്തിലേറിയിട്ട് ഈ ഉമ്മൻചാണ്ടിയെ ഒരു തരത്തിലും ഒരു തെളിവ് പോലും ഇല്ലാതെ വെറുതെ വിടേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അദ്ദേഹത്തിന് വേണ്ടി BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും ഇതിലൊക്കെയുള്ള നല്ലവരായിട്ടുള്ള ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും. മാത്രമല്ല, ഇതിലൊന്നും പരാജയപ്പെട്ട് പുറകോട്ട് പോകേണ്ട ആളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് വരുന്നത് വരെ, അദ്ദേഹം ക്രിമിനൽ കേസ് പ്രതിയാകുന്നത് വരെ നമ്മൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കും. അല്ലാത്ത തരത്തിൽ തള്ളിപ്പറയേണ്ട അവസ്ഥ വരും. പക്ഷെ ആ അവസ്ഥ നിലവിൽ വന്നിട്ടില്ല. സൈബർ ഇടത്തിൽ കൊത്തിക്കേറുന്ന ആളുകൾ, അതായത് പല ഐഡിയിൽ അദ്ദേഹത്തെ കൊത്തിക്കേറുന്നു, അദ്ദേഹത്തിന്റെ കുടുംബ ഫോട്ടോ വരെ വെച്ച് അപമാനിക്കാണ്. ഇത്തരം ആളുകൾക്കൊക്കെ സ്വയം ഒന്ന് തങ്ങളുടെ ഇൻബോക്സിലേക്ക് പോയാൽ തീരാവുന്ന കടിയല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും. അതായത് ഞാൻ അതും കൂടി പറഞ്ഞ അവസാനിപ്പിക്കാം. അതായത് രാത്രി സൗഹൃദങ്ങളുടെ ലിസ്റ്റ് വെച്ച് ഫേസ്ബുക്കിലൂടെ ഓരോ സ്ത്രീകൾക്കും ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും മെസ്സേജ് അയക്കുന്ന തന്റെ സ്വന്തം ഫോൺ എടുത്തിട്ട് ഒന്ന് നോക്കിയിട്ട്, ഒന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് വേണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ നിലപാട് പറയാൻ. മാത്രവുമല്ല, റേപ്പ് കേസിൽ കുറ്റപത്രം കൊടുത്ത് പ്രതിസ്ഥാനത്ത് നിന്ന് കോടതിയിൽ നിൽക്കുന്ന ആളാണ് മുകേഷ്. ആ മുകേഷിനെതിരെ, അതായത് ഇയാൾക്കെതിരെ ആരും പോയിട്ടില്ല. ഈ SFIയും DYFIയും പോയിട്ട് സമരം നടത്താൻ ഇവർക്ക് ഉളുപ്പില്ല, അല്ലെങ്കിൽ ഇവർക്ക് ധൈര്യമില്ല. ആ ആളുകളാണ് ഈ പറയുന്ന. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചങ്ങായി രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഉണ്ട്, അത് പറയാൻ വന്നതാണ്. എന്താ ഇവ മുകേഷിനെ കണ്ടില്ലേ? ജില്ലാ സെക്രട്ടറി. ഇത്തരത്തിലുള്ള കുറെ ആളുകളെ സമൂഹം കാണുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശബരിമലയിൽ അയ്യപ്പനെ കണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് കാര്യം തെറ്റുപറ്റാത്ത ആളുകളൊന്നുമില്ല. ഇനി തെറ്റുപറ്റി എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളുമില്ല. എന്തായാലും അഗ്നിശുദ്ധി ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ്. തീർച്ചയായും ആ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുമ്പോൾ കേരളീയ സമൂഹത്തെ നെഞ്ചോട് ചേർക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം വെച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.